മഹാരാഷ്ട്രയിൽ നിന്നും ട്രെയിനിൽ കടത്തിക്കൊണ്ടുവന്ന 32 ലക്ഷവുമായി ഒരാളെ പിടികൂടി. മഹാരാഷ്ട്ര സ്വദേശിയായ പ്രശാന്ത് ശിവജിയാണ് കോട്ടയം റെയിൽവേ SI റെജി പി ജോസഫിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. ഇന്നലെ ബഹുമാനപ്പെട്ട റെയിൽവേ എസ് പിയുടെ നിർദ്ദേശാനുസരണം കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ട്രെയിനുകളിൽ വ്യാപകമായിട്ട് ചെക്കിങ് നടത്താനായിട്ട് പറഞ്ഞു. അതനുസരിച്ച് ഇന്നലെ വൈകുന്നേരം കോട്ടയത്ത് നിന്ന് എക്സൈസുകാരും RPFും GRPയും സംയുക്തമായിട്ട് ചെക്കിങ് നടത്തി. അത് മഹാരാഷ്ട്രയിൽ നിന്ന് വന്ന കൊച്ചുവേളി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് 22-113 ട്രെയിനകത്ത് ചെക്ക് ചെയ്ത് വരുന്ന വഴിക്ക് ചെങ്ങന്നൂരെത്തിയ സമയത്ത് ആ ട്രെയിനിൻ്റെ S4 സീറ്റിൻ്റെ നമ്പർ 37 S7 കോച്ചിൽ നമ്പർ 37 നമ്പർ സീറ്റിനടിയിൽ ഒരു അൺനോൺ ആയിട്ടൊരു ബാഗ് കണ്ടു. ആ ബാഗ് ഒരു ചുമലകളുള്ള ബാഗായിരുന്നു. ആ ബാഗ് പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ അതിനകത്ത് രേഖകളില്ലാതെ മഹാരാഷ്ട്ര സ്വദേശിയായ ശിവജി പ്രശാന്ത് ശിവജി എന്നയാൾ കൊണ്ടുവന്ന ബാഗാണെന്ന് മനസ്സിലായി. അയാളെ ചോദിച്ച് ബാഗ് തുറന്നപ്പോൾ അതിനകത്ത് രേഖകളില്ലാത്ത 32 ലക്ഷം രൂപ, അതായത് 2.5 ലക്ഷം രൂപ വീതമുള്ള 12 കെട്ട്, 2.5 ലക്ഷം രൂപ 12 കെട്ട്, 2 ലക്ഷം രൂപ ഉള്ള ഒരു കെട്ട്. ഇതിൻ്റെ രേഖകൾ ചോദിച്ചപ്പോൾ അങ്ങേർക്ക് അതിനെക്കുറിച്ച് കൃത്യമായി മറുപടി പറയാൻ സാധിച്ചില്ല. അത് ചെങ്ങന്നൂർ ഇറക്കിയതിന് ശേഷം എക്സൈസ് ഇൻസ്പെക്ടർ രാജേന്ദ്രൻ സാറ്, RPFിലെ ASI റൂബിയെ, നമ്മുടെ ടീമെ അങ്ങനെ തിരിച്ച് നമ്മുടെ പോലീസ് സ്റ്റേഷൻ കൊണ്ടുവന്നതിന് ശേഷം അയാളെ മെഡിക്കൽ നടത്തി പോലീസ് സ്റ്റേഷൻ സൂക്ഷിച്ചു. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെ വിവരം അറിയിച്ചു. അതിൻ്റെ ഉദ്യോഗസ്ഥർ വന്നിട്ടുണ്ട്. ഇതിന് നടപടിക്രമം എന്ന് പറഞ്ഞാൽ ഈ രേഖകളില്ലാതെ കാണപ്പെട്ട ഈ പണം നമ്മൾ ഇത് SBIക്ക് ലെറ്റർ കൊടുത്ത് SBIയിൽ വെരിഫൈ ചെയ്ത് ഇത് യഥാർത്ഥ നോട്ടാണോ കള്ളനോട്ടാണോ എന്ന് വെരിഫൈ ചെയ്ത് അവിടെ നിന്ന് സർട്ടിഫിക്കറ്റ് മേടിച്ച് ആ സർട്ടിഫിക്കറ്റും ഇതിൻ്റെ ഒരു മഹസറും നമ്മുടെ റിപ്പോർട്ടും സഹിതം നേരെ ബഹുമാനപ്പെട്ട CGM കോടതിയിൽ കൊടുക്കും. കോടതിയിൽ നിന്ന് ഇത് ട്രഷറിയിൽ അടയ്ക്കും. ഇദ്ദേഹത്തെ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥന്മാർ വന്നിട്ടുണ്ട്. ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥന്മാർക്ക് കൂടുതലായിട്ട് ഇത് കള്ളപ്പണമാണോ ഇതിൻ്റെ യഥാർത്ഥ രേഖകൾ ഹാജരാക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അത് കോടതിയിൽ കൊടുക്കും. നമ്മളോട് റിപ്പോർട്ട് ചോദിക്കും. അതിനുശേഷം ഇതിൻ്റെ രേഖകൾ കൃത്യമാണെങ്കിൽ ഈ പാർട്ടിക്ക് ഇത് തിരിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഉള്ളത്. അപ്പോൾ ഇത് എങ്ങനെ വന്നു, ഇതിൻ്റെ സോഴ്സ് എവിടെ നിന്നാണ്, ഇതിൻ്റെ റെക്കോർഡുകൾ ഏതൊക്കെയാണ് എന്ന് ഇൻകം ടാക്സ് ഓഫീസർമാരാണ് വെരിഫൈ ചെയ്യുന്നത്. അവർ ഇൻകം ടാക്സുകാർ വന്നിട്ടുണ്ട്. ഇത് 10 മണിക്ക് ശേഷം നമ്മൾ കോടതിയിൽ ഇത് കൊടുക്കും. ഇദ്ദേഹത്തെ, ഈ പ്രശാന്ത് ശിവജി എന്ന് പറയുന്ന ഇദ്ദേഹത്തെ മഹാരാഷ്ട്ര സ്വദേശിയാണ്. കായംകുളത്ത് ഒരു ജ്വല്ലറിയിലേക്ക് വേണ്ടി കൊണ്ടുവന്നതെന്നാണ് പറയുന്നത്. അതെല്ലാം ഇൻകം ടാക്സ് ഓഫീസർമാർ വെരിഫൈ ചെയ്തതിന് ശേഷം ഇദ്ദേഹത്തെ ഇപ്പം നമ്മൾ ഇൻകം ടാക്സ് ഓഫീസർമാർക്ക് ഹാൻഡ് ഓവർ ചെയ്യും. അവർ ചോദ്യം ചെയ്ത് അതിൻ്റെ സോഴ്സ് കണ്ടുപിടിച്ച് കോടതിക്ക് റിപ്പോർട്ട് കൊടുത്ത് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യും. ഞാനിപ്പോൾ ഇത് ഇവിടെ നിന്ന് നമ്മൾ കോടതിയിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുകയാണ് ചെയ്യുന്നത്.